So, okay, welcome back to another class of Aspirants Academy. നമ്മൾ കഴിഞ്ഞ വട്ടം ഡിസ്കസ് ചെയ്ത സെയിൽസ്മാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യനാണ് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ആബിദ് ഹുസൈൻ കമ്മീഷൻ, ഹരിത വിപ്ലവം, ബ്രൺലാൻഡ് കമ്മീഷൻ, സുവർണ വിപ്ലവം, ഇതുമായിട്ട് ശരിയായിട്ടുള്ള ആൻസർ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, 14ൻ്റെ ആൻസർ ഏതൊക്കെയാണ് ശരിയായിട്ട് ജോഡികൾ കേട്ടോ. ഇതിൻ്റെ ആൻസർ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് ആബിദ് ഹുസൈൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ്? വ്യാപാര നയ പരിഷ്കരണ കമ്മീഷനാണ് ആബിദ് ഹുസൈൻ കമ്മീഷൻ. അതുപോലെ ഹരിത വിപ്ലവം തെറ്റാണ്. ഹരിത വിപ്ലവം പഴം, പച്ചക്കറി, കൃഷി. പഴം ഒന്നും ഹരിത വിപ്ലവത്തിൽ വരത്തില്ലല്ലോ. പച്ചക്കറി നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. പഴം, പച്ചക്കറിയൊക്കെ ഏതാണ്? അത് ഹോർട്ടിക്കൾച്ചറാണ് അല്ലേ. ഹോർട്ടിക്കൾച്ചറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചർ വയ്ക്കുമ്പോൾ ഹോർട്ടിക്കൾച്ചറാണ്. ഇനി ബ്രൺലാൻഡ് കമ്മീഷൻ എന്താണ്? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന് ആ ഒരു ഡെഫിനേഷൻ കൊടുത്തതൊക്കെ ബ്രൺലാൻഡ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി സുവർണ വിപ്ലവം എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്? പച്ചക്കറികളെ പറ്റിയിട്ടുള്ള വിപ്ലവമാണ്. പച്ചക്കറിയല്ല, പഴങ്ങളുടെ ഉൽപ്പാദനങ്ങളെ പറ്റിയിട്ടുള്ള വിപ്ലവമാണ് സുവർണ വിപ്ലവം കേട്ടോ. പഴങ്ങളുടെ ഉൽപ്പാദനമാണ് സുവർണ വിപ്ലവം. പിന്നെ ഹരിത വിപ്ലവമാണെങ്കിൽ ഭക്ഷ്യോൽപാദനം അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ആബിദ് ഹുസൈൻ കമ്മീഷൻ എന്ന് പറയുന്നത് വ്യാപാര നയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചെറുകിട സംരംഭങ്ങളെക്കുറിച്ച് ആബിദ് ഹുസൈൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം അത് 97 കേട്ടോ. റിപ്പോർട്ട് സമർപ്പിച്ചത് 97. ഇനി ഒരു റെയർ പോയിന്റ് പറഞ്ഞത്. ഇത് റെയർ പോയിന്റ് ആണെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഇതൊരു റെയർ പോയിന്റ് തന്നെയായിരുന്നു. ക്രാഫിക്കാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്രാഫിക്കാർഡ് കമ്മിറ്റി നമുക്കറിയാം, ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രൂപീകരണം തന്നെയാണ്. ക്രാഫിക്കാർഡ് കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നബാർഡിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കേട്ടോ. അപ്പോൾ നബാർഡിൻ്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി നമുക്കറിയാം ശിവരാമൻ കമ്മിറ്റി എന്നറിയപ്പെടും. ഈ ശിവരാമൻ കമ്മിറ്റിൻ്റെ വേറൊരു പേരാണ് ക്രാഫിക്കാർഡ് കമ്മിറ്റി. ക്രാഫിക്കാർഡിന് ഫുൾ ഫോം ഉണ്ട്. ദ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ക്രാഫിക്കാർഡിൻ്റെ ഫുൾ ഫോം. അത് തന്നെയാണ് നമ്മുടെ ശിവരാമൻ കമ്മിറ്റി നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ ചെയർമാൻ ശിവരാമനാണ്. അപ്പോൾ നബാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, JVP കമ്മിറ്റി എന്താ? JVP കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? 1948 രൂപീകൃതമായതാണ് JVP കമ്മിറ്റി. അതെന്താണെന്ന് വെച്ചാൽ ദർ കമ്മിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ദർ കമ്മിറ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ദർ കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണ് JVP കമ്മിറ്റി. നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ലിംഗ്വിസ്റ്റിക് ഫാക്ടേഴ്സ്, അതായത് സ്റ്റേറ്റിൻ്റെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദർ കമ്മിറ്റി രൂപീകരിച്ചു. ആ ദർ കമ്മിറ്റിൻ്റെ റെക്കമെൻഡേഷൻസും കൂടി ഒന്നുകൂടി വിശകലനം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ JVP കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. അതിൽ നമ്മുടെ ദർ കമ്മിറ്റി വന്ന വർഷവും 1948 തന്നെയാണ് കേട്ടോ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭ നിയോഗിച്ച സമിതിയാണ് ഈ ദർ കമ്മിറ്റി. എന്നാൽ JVP ഗവൺമെൻറ് നിയോഗിച്ചതാണ്. ഈ JVPയിൽ J എന്ന് പറഞ്ഞാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ്, V വല്ലഭായ് പട്ടേലാണ്, ഇതാണ് പന്താണ് കേട്ടോ. നമ്മുടെ JC പന്ത് ആ ഫുൾ ഇനിഷ്യൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 3 പേര് അടങ്ങിയ ഒരു കമ്മിറ്റി ആയിരുന്നു 48 ദർ കമ്മിറ്റീൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണ് ഈ JVP കമ്മിറ്റീനെ. നമ്മുടെ IAS IPS, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇങ്ങനെയുള്ള തസ്തികകളൊക്കെ അബോളിഷ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജമന്നാർ കമ്മീഷനാണ് കേട്ടോ. 1969 ഫോം ചെയ്ത രാജമന്നാർ കമ്മിറ്റിയാണ് IAS IPS പോലുള്ള തസ്തികകൾ അബോളിഷ് ചെയ്തതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ ചോദിച്ചാൽ രാജമന്നാർ കമ്മീഷനാണ്. ഇനി എന്താണ് ഗുരുപാദസ്വാമി കമ്മീഷൻ? ഗുരുപാദസ്വാമി കമ്മിറ്റി 1979 ഫോം ചെയ്ത ഗുരുപാദസ്വാമി കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ബാലവേല പ്രശ്ന വിശകലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഗുരുപാദസ്വാമി കമ്മിറ്റി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാക്ക്വേർഡ് കമ്മീഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ പിന്നാക്ക വിഭാഗത്തെ പറ്റി പഠിക്കാനുള്ള കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാക്ക കലേക്കറാണ് കേട്ടോ. 1953 ഫോം ചെയ്ത കാക്ക കലേക്കർ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാക്ക്വേർഡ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഇനി പരോക്ഷ നികുതിയെ പറ്റി പഠിക്കാൻ വന്ന കമ്മിറ്റി, പഠിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണെങ്കിൽ ഇത് രേഖി കമ്മിറ്റിയാണ് കേട്ടോ. രേഖി കമ്മിറ്റിയാണ് പരോക്ഷ നികുതിയെ പറ്റി പഠിക്കാൻ വന്ന കമ്മിറ്റി. ഓക്കെ,
അപ്പോൾ ബാങ്കിങ് പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വന്ന കമ്മിറ്റി ആണെങ്കിലോ, ബാങ്കിങ് പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വന്ന കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വേറൊന്നുമില്ല, RRB ഗ്രാമീണ ബാങ്കുകളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നരസിംഹം കമ്മിറ്റിയാണ്. അല്ലെങ്കിൽ ബാങ്കിങ് പരിഷ്കരണത്തിനായിട്ട് 91 ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ് നമ്മുടെ നരസിംഹം കമ്മിറ്റീനെ. ഇനി ദാരിദ്ര്യരേഖ നിർണ്ണയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാലോ, ദാരിദ്ര്യരേഖ നിർണ്ണയ കമ്മിറ്റി അതാണ് ലക്കഡാവാല കമ്മിറ്റി. 1993 രൂപീകരിച്ച ലക്കഡാവാല കമ്മിറ്റിയാണ് ദാരിദ്ര്യരേഖ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട ദാരിദ്ര്യരേഖ നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി. അപ്പോൾ രാജാ ചെല്ലയ്യ കമ്മിറ്റി എന്തൊട്ട് ബന്ധപ്പെട്ടാണ്? രാജാ ചെല്ലയ്യ കമ്മിറ്റി 1991 ഫോം ചെയ്തത്. അത് നമ്മുടെ നികുതി പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് രാജാ ചെല്ലയ്യ കമ്മിറ്റി. അപ്പോൾ വിജയ് ഖേൽക്കർ കമ്മിറ്റി ആണെങ്കിലോ, വിജയ് ഖേൽക്കറും ശരിക്കും നികുതി പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ കുറച്ചും കൂടി സ്പെസിഫൈക്ക് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിക്കാൻ വന്ന കമ്മിറ്റിയാണ് വിജയ് ഖേൽക്കർ കമ്മിറ്റി. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ വന്നതാണ്. ഇനി NCERT ഒരു പോയിന്റാണ് ഭരണഘടനയുടെ പുനരവലോകന കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? 2000 ഫോം ചെയ്താണ് ഭരണഘടനയുടെ പുനരവലോകനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി. അത് വെങ്കടചെല്ലയ്യ കമ്മിറ്റിയാണ് കേട്ടോ. ഭരണഘടനയുടെ പുനരവലോകന കമ്മിറ്റിയാണ് വെങ്കടചെല്ലയ്യ കമ്മിറ്റി. 2000 ഫോം ചെയ്തതാണ്. അവർ 58 ആർട്ടിക്കിളുകളിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ശുപാർശ ചെയ്തിരുന്നു കേട്ടോ. 58 ആർട്ടിക്കിളുകളിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചിട്ട് ശുപാർശ ചെയ്തതാണ്. ഇനി നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി, ദേശീയ വനിതാ കമ്മീഷൻ വരാൻ കാരണമായ കമ്മിറ്റി 1971 കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓൺ വിമൻ ഓഫ് ഇന്ത്യ, കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഓഫ് ഇന്ത്യ CSWI എന്നറിയപ്പെടും. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓൺ വിമൻ ഇൻ ഇന്ത്യ കമ്മിറ്റിയാണ് 1971 വന്നത്. അതിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ നൂറുൽ ഹസൻ ആണ് കേട്ടോ. നൂറുൽ ഹസൻ തലവനായിട്ടുള്ള കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓൺ വിമൻ ഇൻ ഇന്ത്യ കമ്മിറ്റി CSWI ആണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ച നിരക്ക് എന്തായിരിക്കും എന്നാണ്. അത് ആ ടൈമിലെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. അത് 11% ആൻസർ വരുന്നത് എത്രയാണ്? 11%. ഒരു വർഷം രാജ്യത്ത് ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ വിളിക്കുന്നത് എന്താണ്? അതാണ് GDP കേട്ടോ. ഒരു ആഭ്യന്തര അതിർത്തിക്കുള്ളിലത്തെ ആണെങ്കിൽ അത് GDP ആണ്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് GNP ആണ് കേട്ടോ. അപ്പോൾ GDPക്ക് എന്താണ്? ഒരു ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്ന് പറഞ്ഞൊരു ടേം വരും, അതാണ് GDP. ഇനി എന്താണ് NDP? NDP എന്ന് വെച്ചാൽ എന്താണ്? അത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. NDP എന്ന് പറയുന്നത് GDP മൈനസ് ഡിപ്രിസിയേഷൻ ആണ് കേട്ടോ, തേയ്മാനം. GDP മൈനസ് ഡിപ്രിസിയേഷൻ NDP കിട്ടും. നമ്മുടെ NNP ആണെങ്കിലോ അത് GNP മൈനസ് ഡിപ്രിസിയേഷൻ ആയിരിക്കും NNP കേട്ടോ. NNP എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ് NNP എന്നറിയപ്പെടുന്നത്. ഇനി GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഒക്കെ വെച്ച് എങ്ങനെയാണ് കാണുന്നതെന്ന്. അപ്പോൾ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ് കേട്ടോ. അറ്റ പരോക്ഷ നികുതി. അതായത് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനത്തിന് ഓർക്കുക. ഫാക്ടറിയിൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നികുതികൾ ഏർപ്പെടുത്തുന്നില്ല. അത് മാർക്കറ്റിൽ എത്തുമ്പോഴാണ് അതിൽ ആ പ്രൈസിൻ്റെ കൂടെ GST നികുതിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വരുന്നത്. അപ്പോൾ സബ്സിഡി ഉണ്ടെങ്കിൽ അതും എല്ലാം ഉൾപ്പെടുത്തി വരുന്നത്. അപ്പോൾ GDP ആയിട്ട് ഫാക്ടറി കോസ്റ്റ് കാണണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്നും അറ്റപരോക്ഷ നികുതികൾ അല്ലെങ്കിൽ സബ്സിഡികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ GNPൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് കിട്ടും? GNPൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ GDPയുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? GNPൻ്റെ വാല്യൂ കിട്ടാൻ GDPൻ്റെ കൂടെ വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം ആഡ് ചെയ്താൽ മതി. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ മതി. വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂടി നമ്മുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GNPൻ്റെ വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ കറണ്ട് അഫെയർ നോക്കാം. കറണ്ട് അഫെയർ പ്രകാരം 2024 ഇടക്കാല ബഡ്ജറ്റ് പ്രകാരം 2023-24 ഇന്ത്യയുടെ ധനക്കമ്മി അവർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 5.4% കേട്ടോ. ഇന്ത്യയുടെ GDP എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ധനക്കമ്മി എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 5.4. ഇത് PYQ ആണ്, ഈ ഇടയ്ക്കത്തെ എക്സാമിന് ചോദിച്ചാണ്. ഇനി അതേ ബഡ്ജറ്റിൽ തന്നെ 2024-25 ധനക്കമ്മി അവർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 5.1% ആണ് കേട്ടോ. 2024-25
2025 ധനക്കമ്മി മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, അത് 5.1 ഇനി IMFന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ GDP റേറ്റ് എന്ന് പറയുന്നത് 6.8% കേട്ടോ. IMFന്റെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഇന്ത്യയുടെ GDP 6.8%. ഇനി RBIന്റെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 6.5%, RBIന്റെ റിവേഴ്സ് റിപ്പോ നിരക്ക് 3.5%. ലേറ്റസ്റ്റ് ഇപ്പോൾ ഇതാണ് വാല്യൂ, ചിലപ്പം ഇനി ചേഞ്ച് ചെയ്യാം. അപ്പോൾ എക്സാമിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കിയിട്ട് മാത്രം പോവാട്ടോ. ഇപ്പം റിപ്പോ നിരക്ക് 6.5ഉം റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് 3.5%. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ആമുഖമാണ് കേട്ടോ. അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ആമുഖമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആമുഖത്തെക്കുറിച്ച് വിശേഷിച്ചവരുടെ വേറെ കുറച്ച് കോട്സും കൂടെ നോക്കാം. ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജാതകം എന്നാണ് KM മുൻഷി പറഞ്ഞത്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് സർ ഏണസ്റ്റ് ബാർക്കർ. ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് സർ ഏണസ്റ്റ് ബാർക്കറും. ഇനി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞതാണെങ്കിൽ അത് എന്നെ പൽക്കിവാലയാണ് കേട്ടോ. തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് എന്നെ പൽക്കിവാലയാണ്. അടുത്ത നിർദ്ദേശക തത്വങ്ങളെ ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാൻ കഴിയുന്ന ഒരു ചെക്ക്, അങ്ങനെ പറഞ്ഞത് KT ഷായാണ് കേട്ടോ. നിർദ്ദേശ തത്വങ്ങളെയാണ് ഒരു ബാങ്കിൻ്റെ സൗകര്യം അനുസരിച്ച് നൽകാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് KC വെയറാണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക KC വെയർ പറഞ്ഞു. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിറ്റു വീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാരിയാണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിറ്റു വീപ്പയാണെങ്കിൽ TT കൃഷ്ണമാചാരി. ഈ തത്വങ്ങളെല്ലാം മുഴുവനായും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിൽ ഒരു സ്വർഗമായി മാറും എന്ന് പറഞ്ഞതാണെങ്കിൽ മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള MC ചാഗ്ലയാണ് കേട്ടോ. MC ചാഗ്ല. ഇനി നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഇതിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. ഇതെല്ലാം നമ്മുടെ DPSP-യായിട്ട് ബന്ധപ്പെട്ടതാണ്. നോവൽ ഫീച്ചേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ളൊരു ഭരണഘടനയും ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ്റിന് നിർദ്ദേശ തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നിർവഹണം നടത്താനാവില്ല എന്ന് പറഞ്ഞതാണെങ്കിൽ അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ജനുവരി 2-ാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനങ്ങളെ പോലെ അങ്ങനെ പറഞ്ഞത് നസറുദ്ദീനാണ്. നസറുദ്ദീൻ, അതായത് ജനുവരി 1-ാം തീയതി നമ്മൾ റെസൊല്യൂഷൻ എടുത്ത് ജനുവരി 2 നമ്മൾ നൈസായിട്ട് അതൊന്ന് ലംഘിച്ചു ആലോചിച്ചപ്പോൾ നസറുദ്ദീനാണ്. ഇനി ഭക്തിപരമായ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ പയസ് ആസ്പിറേഷൻസ് എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സും. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശ തത്വങ്ങൾ കാരണമാകുമെന്ന് പറഞ്ഞത് കെ സന്താനമാണ്. ഈ വീട്ടിലെ സന്താനങ്ങളാണല്ലോ എപ്പോഴും വഴക്കിട്ട് ഏറ്റുമുട്ടലുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ഇനി ഭരണഘടനയെ ജീവസ്വച്ഛതാക്കുന്ന വകുപ്പുകൾ നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ കാതലും സാമൂഹിക നീതി തത്വശാസ്ത്രവുമാണ് എന്നൊക്കെ പറഞ്ഞത് LM സിംഗ്വി ആണ് കേട്ടോ. LM സിംഗ്വി. കാതൽ, നമ്മുടെ ലവ് സിനിമയിലൊക്കെ എപ്പോഴും പാട്ടൊക്കെ വേണമല്ലോ, അപ്പോൾ അത് സിംഗ് ചെയ്യണം എന്ന് ആലോചിക്കുക. അപ്പോൾ LM സിംഗ്വിയാണ്. സിംഗ്വി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന്. അതേതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ് ഭരണഘടന പദവി ശുപാർശ ചെയ്ത കമ്മിറ്റി. 1989 അല്ലെങ്കിൽ 88, രണ്ടും ഡേറ്റും കാണുന്നുണ്ട്. 88 അല്ലെങ്കിൽ 89 PK തുങ്കൻ കമ്മിറ്റി. ഇനി മണ്ഡൽ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് പിന്നാക്ക സമുദായ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട മൊറാർജി ദേശായിൻ്റെ സമയത്ത് വന്നതാണ് മണ്ഡൽ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ ആണെങ്കിലോ, സർക്കാരിയ കമ്മീഷൻ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മീഷൻ 1957 വന്നതാണ്. അതും നമ്മുടെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടാണ്. ത്രിതല പഞ്ചായത്ത് രാജൊക്കെ ശുപാർശ ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബൽവന്ത് റായ് ആണ്. എന്നാൽ പഞ്ചായത്ത് രാജിൽ നിന്ന് നെയിം കോയിൻ ചെയ്തതാണെങ്കിലോ അത് ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 1983 കേന്ദ്ര ഗവൺമെൻറ്റാണ് സർക്കാർ കമ്മീഷനെ നിയമിക്കുന്നത്. 1988 ഈ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ടിൽ സർക്കാർ കമ്മീഷനെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഒന്ന്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ആവശ്യമാണ്. സെക്കൻഡ് വൺ, ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം. അങ്ങനെയും പറഞ്ഞു. അപ്പോൾ ഗവർണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും
ചോദ്യങ്ങളും സർക്കാർ കമ്മീഷനിൽ വന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യനും ഈ സർക്കാർ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ മാത്രമല്ല ഗവർണറുടെ കാര്യം തീരുമാനിച്ച് ഏത് കമ്മീഷൻ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എവിടെയെങ്കിലും കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഇനി റിപ്പോർട്ട് സമർപ്പിച്ച സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് RC സർക്കാർ, നമ്മുടെ ഈ സർക്കാർ കമ്മീഷൻ്റെ തലപ്പത്താരായിരുന്നു നമ്മുടെ ചീഫ് ജസ്റ്റിസ്, വിരമിച്ച ചീഫ് ജസ്റ്റിസായ സർക്കാരിയായിരുന്നു. ഇനി ഏത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ VP സിംഗിൻ്റെ സമയത്ത് ജനതാദൾ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് കേട്ടോ. 1990 ആദ്യമായിട്ട് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചത്. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും നിർദ്ദേശങ്ങൾ നൽകുവാനും നിയമിക്കപ്പെട്ട കമ്മീഷനുകളാണ് നമ്മുടെ സർക്കാർ കമ്മീഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മിറ്റി ഉണ്ട്, രാജമാന്നാർ കമ്മിറ്റി ഉണ്ട്, പുഞ്ച് കമ്മീഷൻ ഉണ്ട് കേട്ടോ. പുഞ്ചി കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള വേറെ മറ്റ് കമ്മീഷനുകൾ. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലുകളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഒന്ന് നോക്കിക്കേൾക്കണം. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 263 കേട്ടോ. ആർട്ടിക്കിൾ ചോദിച്ചാൽ 263. ഇനി ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാൻ ഭരണഘടനാപരമായ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. പക്ഷേ അതിൻ്റെ ചെയർമാൻ ഇട്ടിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ നിർദ്ദേശങ്ങൾ നൽകിയത് നമ്മുടെ ഈ സർക്കാർ കമ്മീഷനാണ്. അപ്പോൾ സർക്കാർ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഗവർണറായി നിയമിക്കപ്പെടുന്നയാൾ പ്രമുഖനായ ഒരു വ്യക്തി ആയിരിക്കണമെന്നും അതേ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്നും സമീപകാലത്ത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരിക്കരുതെന്നും നിർദ്ദേശിച്ച കമ്മിറ്റി ചോദിച്ചാൽ അത് സർക്കാർ കമ്മിറ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫാക്റ്റും കൂടെ ഉണ്ട്. ഇനി ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഈ സർക്കാർ കമ്മീഷനിലെ മറ്റംഗങ്ങൾ നോക്കുക. ഒന്ന് നമ്മുടെ ചെയർമാനായിട്ടുള്ള രഞ്ജിത് സിംഗ് സർക്കാരെ ഉണ്ട്. അതുകൂടാതെ B ശിവരാമനും ഉണ്ട്, SR സെന്നും ഉണ്ട് കേട്ടോ. B ശിവരാമനും SR സെന്നും ആണ്. അതുകൂടാണ്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്, രാം സുബ്രഹ്മണ്യനായിരുന്നു ആ ടൈമിൽ മെമ്പർ സെക്രട്ടറി. ഒക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണെന്ന്. മൗലികാവകാശം സംരക്ഷിക്കാനുള്ള സുപ്രീം കോടതിയുടെ റിട്ട് അധികാരമാണ് ഏത്? അനുച്ഛേദം 32 കേട്ടോ. 32 സുപ്രീം കോടതി. ഹൈക്കോടതിയുടെ ആണെങ്കിൽ അതാണ് 226 ഹൈക്കോടതിയുടെ. ഇനി 17ാമത്തെ അനുച്ഛേദമാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അൺടച്ചബിലിറ്റി ആക്ട് അല്ലെങ്കിൽ അസ്പക്ഷത നിയമം എന്നൊക്കെ പറയുന്നത് 17ാമത്തെ ആക്ടാണ്, ആർട്ടിക്കിളാണ്. ഇനി അനുച്ഛേദം 368 എന്ന് പറയുന്നത് നമ്മുടെ അമെൻമെൻറ്റ് ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട 20ാം ഭാഗത്തുള്ള ഒരു ആർട്ടിക്കിളാണ് 268 കേട്ടോ. ഇനി സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ നോക്കിക്കോ. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 129 കേട്ടോ. 129 കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് അതുവരെയും സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന കേസുകളുടെയൊക്കെ ഒരു റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് അതിൻ്റെ നമുക്കിപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു വർഷം നടന്നിട്ടുള്ള കേസുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഇന്ന വർഷത്തിൽ ഇന്ന നടന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധം, ഒരു സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ട് ചെയ്ത് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് നിർബന്ധമായിട്ടും സൂക്ഷിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 129. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ, അതാണ് 2ാം ഷെഡ്യൂൾ കേട്ടോ. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവരുടെ ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥ പ്രതിപാദിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂൾ ചോദിച്ചാൽ 2ാം ഷെഡ്യൂളാണ്. ഓക്കെ. പട്ടിക 2 പറയുന്നത് എന്താണ്? ഈ താഴെ നമ്മുടെ പ്രസിഡന്റ്, സംസ്ഥാന ഗവർണർമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ ഹൈക്കോടതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാരുടെയൊക്കെ ശമ്പള വ്യവസ്ഥയെ പറ്റി പറയുന്നതാണ് പട്ടിക 2 കേട്ടോ. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാരും ഹൈക്കോടതി ജഡ്ജിമാരും ഉണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇവരുടെയൊക്കെ ശമ്പള വ്യവസ്ഥയെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ചോദിച്ചാൽ അത് പട്ടിക 2 കേട്ടോ. പട്ടിക 3 ഇവരുടെ സത്യപ്രതിജ്ഞയാണ്. പക്ഷെ നമ്മുടെ പ്രസിഡന്റിൻ്റെയും ഗവർണറിൻ്റെയും സത്യപ്രതിജ്ഞ പട്ടിക 3 പറയുന്നില്ല കേട്ടോ. പട്ടിക 3 കേന്ദ്രമന്ത്രിമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, സുപ്രീം കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ CAG, സംസ്ഥാന മന്ത്രിമാർ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ, ഹൈക്കോടതി ജഡ്ജിമാർ ഇവരുടെയൊക്കെ സത്യപ്രതിജ്ഞയാണെങ്കിൽ 3-ലും 2-ലും അവരുടെ ശമ്പളത്തെ പറ്റിയും പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ DPSP ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അത് അയർലൻഡാണ് കേട്ടോ. DPSP നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്.
ഇനി ലോകത്തിൽ ആദ്യമായിട്ട് നമ്മുടെ DPSP ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിനാണ് കേട്ടോ. നമ്മൾ അയർലൻഡിൽ നിന്ന് DPSP എന്നുള്ളൊരു നിർദ്ദേശം കടമെടുത്തു, പക്ഷേ അത് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ സ്പെയിനാണ്. ഇനി നമ്മുടെ DPSP ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് DPSP ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെയാണത് സപ്രോ കമ്മിറ്റിയാണ് കേട്ടോ. സപ്രോ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഭരണഘടനയിൽ നിർദ്ദേശതത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത മാർഗനിർദ്ദേശ തത്വങ്ങളിലെ ന്യായവാദത്തിന് അർഹമല്ലാത്ത അവകാശങ്ങളുണ്ട്. നമുക്ക് മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ലെന്ന് അറിയാം. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ 37 എന്നിരുന്നാലും അതിൽ കുറച്ച് ആർട്ടിക്കിളിനെ എടുത്തവർ പറയുന്നുണ്ട് ന്യായവാദത്തിന് അർഹമല്ലാത്തത്. അത് മതിയായ ഉപജീവന മാർഗം. ഒന്നാമത്തെ മതിയായ ഉപജീവന മാർഗം. 2 മനുഷ്യനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം. തൊഴിലിനുള്ള അവകാശം. ശിശുപരിപാലനവും 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം. അപ്പോൾ ഇത്ര എണ്ണത്തിനാണ് ന്യായവാദത്തിന് അർഹമല്ലെന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളുകൾ ഏതാണെന്ന് നിങ്ങൾ നോക്കണം. ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിൽ ഉള്ളതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മതിയായ ഉപജീവന മാർഗത്തെ പറ്റിയുള്ള ആർട്ടിക്കിൾ നോക്കാം. പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം ഏത് ആർട്ടിക്കിൾ നോക്കുക. സാമ്പത്തിക ചൂഷണത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നുണ്ട്. തൊഴിലിനുള്ള അവകാശത്തെ പറ്റി പറയുന്നുണ്ട്. ശിശുപരിപാലനവും 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇത്രയാണ് മെയിനായിട്ട് അവർ എടുത്തു പറയുന്ന ആർട്ടിക്കിളുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ഓപ്ഷനിൽ ആൻസർ ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് സുപ്രീം കോടതിയുടെ? അത് DY ചന്ദ്രചൂഡാണ്. ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡാണ് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് അല്ലെങ്കിൽ DY ചന്ദ്രചൂഡ്. ഈ ജസ്റ്റിസ് HJ കെനിയ ആരാണ്? HJ കെനിയ അത് നമ്മുടെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് HJ കെനിയ കേട്ടോ. ആദ്യത്താണ് HJ കെനിയ. ഈ 49ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? നമ്മുടെ DY ചന്ദ്രചൂഡിന് തൊട്ട് മുന്നേ വന്ന ആളാണ് ആര്? UU ലളിതാണ് കേട്ടോ. UU ലളിത്. ഒരു ഏകസംയോജിത നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. ഏകസംയോജിത നീതിന്യായ വ്യവസ്ഥ എന്നാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് മറ്റ് പല ഫെഡറൽ രാജ്യങ്ങളിലുള്ളതുപോലെ പ്രത്യേകമായ നീതിന്യായ സംവിധാനമൊന്നുമില്ല. ഒരു ഏക നിയമ സംവിധാനമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി വിധി പുറപ്പെടുപ്പിക്കുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേപോലെ ബാധകമാണ്. എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 142 കേട്ടോ. ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേപോലെ ബാധകമാണ്. ഈ ആർട്ടിക്കിൾ 142 പ്രകാരം ഒരു CA ഉണ്ട്. അതായത് ഈ ഇടയ്ക്ക് നമ്മുടെ സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 ഏത് കേസിലാണ് പുറപ്പെടുപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡ് മേയർ ഇലക്ഷൻ്റെ സമയത്താണ് കേട്ടോ. ചണ്ഡീഗഡിലെ മേയർ ഇലക്ഷനിൽ നമ്മുടെ BJP മേയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുപ്രീം കോടതി ഉപയോഗിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142. അതായത് നമ്മുടെ ഇന്ത്യയിൽ എവിടെയും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ബാധകമാണ്. സുപ്രീം കോടതിക്ക് വിധി പറയാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിൽ എവിടെയും സുപ്രീം കോടതിയുടെ വിധി ബാധകമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 142. ഓക്കെ, നമ്മുടെ ചണ്ഡീഗഡ് മേയറിനെ പറ്റി ഞാൻ തന്നെ പറഞ്ഞേക്കാം. അത് കുൽദീപ് കുമാറാണ് കേട്ടോ. കുൽദീപ് കുമാറിനെയാണ് നിയമിച്ചിരിക്കുന്നത് ചണ്ഡീഗഡിന് മേയറായിട്ട്. ഇനി സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതി ഹർജി എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചെങ്കിൽ പോലും അപ്പീൽ അനുവദിക്കണമോ എന്ന് തീരുമാനിക്കാൻ അന്തിമമായി കൈക്കൊള്ളാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിനാണ് നമ്മൾ പ്രത്യേക അനുമതി ഹർജി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചു, എന്നിരുന്നാലും അത് അനുവദിക്കണോ, അതിനങ്ങനെ വേണോ എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ അധികാരം സുപ്രീം കോടതിക്കാണ്. അതിനാണ് നമ്മൾ പ്രത്യേക അനുമതി ഹർജി എന്ന് സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതി ഹർജി എന്ന് വിളിക്കുന്നത്. സുപ്രീം കോടതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 124 കേട്ടോ. സുപ്രീം കോടതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 124. സുപ്രീം കോടതിയുടെ തനതധികാരം അല്ലെങ്കിൽ യഥാർത്ഥ അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ അത് 131 കേട്ടോ. യഥാർത്ഥ അധികാരം അല്ലെങ്കിൽ തനതധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 131. ഇനി സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരമാണ്. ചില പ്രത്യേക കേസുകളിലുള്ള അപ്പീൽ അധികാരമാണെങ്കിൽ അത് 132 ചില പ്രത്യേക കേസുകളിലെ അപ്പീൽ അധികാരം. ഇനി നമ്മുടെ സുപ്രീം കോടതിയുടെ അധികാരം വർദ്ധിപ്പിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അങ്ങനത്തെയുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെൻറ്റിലാണ് കേട്ടോ. സുപ്രീം കോടതിയുടെ അധികാരം വർദ്ധിപ്പിക്കാനുള്ള അവകാശം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ പറയുന്ന ആർട്ടിക്കിളാണ് 138 പ്രകാരമാണ് സുപ്രീം കോടതിയുടെ അധികാരം വിപുലീകരിക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
പാട്ട വിളംബരം, രാജകീയ വിളംബരം, കുടിയായ്മ നിയമം, 5-ാം നമ്പർ റെഗുലേഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? പാട്ട വിളംബരമാണ് കേട്ടോ. തിരുവിതാംകൂർ പ്രദേശത്തെ കർഷകരുടെ മഗ്ന കാർട്ടയാണ് പണ്ടാര പാട്ട വിളംബരം, അല്ലെങ്കിൽ അതിനെ പാട്ട വിളംബരം എന്ന് വിളിക്കാം. ഏത് വർഷമാണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. ഏത് രാജാവിൻ്റെ സമയത്തായിരുന്നു അത്? നമ്മുടെ ആയിലം തിരുനാൾ രാജാവിൻ്റെ സമയത്തായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിൽ പണ്ടാരവക അഥവാ സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകാൻ കാരണമായ നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം. കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള വിളംബരമായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം. ഇനി പണ്ടാരപ്പാട്ട വിളംബരം ഉത്തരവ് പുറപ്പെടുപ്പിച്ച ദിവാൻ ചോദിച്ചാൽ അത് സർ ടി മാധവ റാവു ആണ് കേട്ടോ. ടി മാധവ റാവു ആണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുപ്പിച്ച ദിവാൻ. ഇനി തിരുവിതാംകൂറിലെ കർഷകരുടെ മഗ്ന കാർട്ട എന്നാണ് നമ്മൾ പണ്ടാരപ്പാട്ട വിളംബരത്തെ അറിയപ്പെടുന്നത്. ജന്മിത്വത്തെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ ആദ്യത്തെ കാൽവെപ്പായി വിലയിരുത്തപ്പെടുന്നത് 1896 ജന്മി കുടിയാൻ റെഗുലേഷൻ ആണ് കേട്ടോ. അപ്പോൾ ജന്മി കുടിയാൻ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ വർഷം പഠിക്കുക 1896 കേട്ടോ. ജന്മി കുടിയാൻ നിയമം അത് ജന്മിത്വത്തിനെതിരെയുള്ള സർക്കാരിൻ്റെ ആദ്യത്തെ കാൽവെപ്പായിരുന്നു 1896 ജന്മി കുടിയാൻ നിയമം. ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം. അപ്പോൾ കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെട്ടത് ഏത് തന്നെയാണ്? ജന്മി കുടിയാൻ വിളംബരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആണ് ആര്? നമ്മുടെ റവന്യൂ മന്ത്രിയാണ് കേട്ടോ. റവന്യൂ മന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് വരുന്നത്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് കേരള ഗവൺമെൻറ്റിലെ ചീഫ് സെക്രട്ടറിയാണ് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ അടിയന്തരഘട്ട കാര്യനിർവഹണ വിഭാഗമുണ്ട്. സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ വിഭാഗമാണ്. ഇനിയും ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ വിഭാഗം DEOC എന്നറിയപ്പെടും. അത് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ വിഭാഗത്തിനുള്ളത്. 2005 നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വരുന്ന വർഷം. 2005 നിലവിലല്ല, ആ ആക്ട് വന്നത് 2005 ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നതാണ് നമ്മുടെ DEOS, നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ എമർജൻസി കേന്ദ്രത്തിൻ്റെ ഒരു എന്താ പറയുക ജോലി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക എന്നതാണ്. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാനം ചോദിക്കും. സേനയുടെ ആസ്ഥാനം മലപ്പുറത്ത് പാണ്ടിക്കാടാണ് കേട്ടോ. മലപ്പുറത്തെ പാണ്ടിക്കാടിലാണ്. അപ്പോൾ ഈ കാലാവസ്ഥ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കുറേ അലേർട്ടുകളുണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതിൽ പച്ച അലേർട്ടാണെങ്കിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ലാത്തപ്പോഴാണ് പച്ച അലേർട്ട് കാണിക്കുന്നത്. മഞ്ഞയാണെങ്കിൽ കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിച്ചാൽ മതി, ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ മതി. അതുപോലെ അപകട സാധ്യത അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് മുന്നൊരുക്കങ്ങൾ നടത്താം. അതാണ് മഞ്ഞ. ഇനി ഓറഞ്ച് ആണെങ്കിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓറഞ്ചാണ് കേട്ടോ. അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ്. സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഇനി അപകട സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എമർജൻസി കിറ്റ് ഉൾപ്പെടെ തയ്യാറാക്കി അവസാനഘട്ട തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ച് തയ്യാറായി നിൽക്കേണ്ടതാണ്. റെഡ് അലർട്ടിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കേണ്ട ഘട്ടമാണ് ഓറഞ്ച് അലർട്ട്. മാറ്റി താമസിപ്പിക്കൽ ഉൾപ്പെടെ അധികൃതർ ആരംഭിക്കേണ്ടതോ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതോ ആയ ഘട്ടമാണ്. രക്ഷാസേനകളോട് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടേണ്ട ഘട്ടവും എല്ലാം ഓറഞ്ചാണ്. ഇനി റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട കർശന നടപടികൾ സ്വീകരിക്കേണ്ട ഘട്ടമാണ്. മാറി താമസിക്കാൻ തയ്യാറാകാത്തവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് മാറ്റാൻ പോലീസിനും ഭരണകൂടത്തിനും നിർദ്ദേശം ലഭിക്കുന്നത് ഈ സമയത്താണ്. ഇനി ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങിയ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട അപകട സൂചനയുള്ള സമയവും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അലേർട്ട് ഘട്ടങ്ങളും കൂടി ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഇട്ട്. ഇനി കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണെന്ന്. കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യാണ് കേട്ടോ. ഓപ്പറേഷൻ വാത്സല്യാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി. ഇനി കാഴ്ച വെല്ലുവിളികൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്
നടപ്പിലാക്കിയ പദ്ധതി ചോദിച്ചത് ശ്രുതിപാഠമാണ് കേട്ടോ. ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇനി വിദ്യാർത്ഥികളുടെ പഠന മികവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി SCERTയുടെ പിന്തുണയോടെ കൈറ്റ് തയ്യാറാക്കിയ പോർട്ടലാണ് സഹിതം. വിദ്യാർത്ഥികളുടെ പഠന മികവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് SCERT പിന്തുണയോടെ കൈറ്റ് തയ്യാറാക്കിയ പോർട്ടൽ ചോദിച്ചുള്ളത് സഹിതമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സിൻ്റെ വരവ് അറിയുന്നതിനായി ഗതാഗത വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് വിദ്യാവാഹിനിയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സിൻ്റെ വരവ് അറിയാൻ, അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് പോകുന്നത്, എവിടം വരെ എത്തി, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാവാഹിനി. ഇനി ഓപ്പറേഷൻ കരുണ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ 2023 ഫസ്റ്റ് ചുഴലിക്കാറ്റായ മോക്ക മ്യാൻമാറിൽ നാശനഷ്ടങ്ങളൊക്കെ വിതച്ചപ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ കൊണ്ടുവന്ന ദൗത്യമാണ് ഓപ്പറേഷൻ കരുണ എന്നറിയപ്പെടുന്നത്. ഇനിയും ഓപ്പറേഷൻ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഓപ്പറേഷനുകളെല്ലാം ഇപ്പോൾ ഒറ്റ പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങുന്നത്. അത് ഓപ്പറേഷൻ ലൈഫ് എന്നാണ് കേട്ടോ. ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ ഓപ്പറേഷൻ എല്ലാം ഇനി ഒറ്റ പേരിൽ അറിയപ്പെടാൻ പോകുന്നുണ്ട്. അതിനെ നമ്മൾ ഓപ്പറേഷൻ ലൈഫ് എന്നാണ് അറിയപ്പെടാൻ ഇനി പോകുന്നത്. ഇനി GSTൻ്റെ ആക്രിക്കടയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതായത് ആക്രി സാധനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതാണെങ്കിൽ ഓപ്പറേഷൻ പാം ട്രീ ആണ് കേട്ടോ. GST വകുപ്പിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാം ട്രീ ആണ്. അങ്ങനെ കുറച്ച് ഏറെ ഓപ്പറേഷനുകൾ നമ്മുടെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. അത് താമസിക്കാതെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണെന്ന്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ഇപ്പോഴാരാണെന്ന് ചോദിച്ചിരിക്കുന്നത് P. സതീദേവിയാണ് കേട്ടോ. P. സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ. നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷനിൽ 2021 രാജിവെച്ച അധ്യക്ഷൻ ചോദിച്ചാൽ MC ജോസഫൈൻ കേട്ടോ. രാജിവെച്ച അധ്യക്ഷനാണ് MC ജോസഫൈൻ. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ്. ആദ്യം ആയത് സുഗതകുമാരിയാണ്. രണ്ടാമതായതാണ് ആര്, നമ്മുടെ ശ്രീദേവി. ഓപ്ഷനിലില്ല, ശ്രീദേവി, D. ശ്രീദേവിയാണ് രണ്ടാമതായത്. അതുപോലെ തന്നെ 2 വട്ടമായത് ചോദിച്ചാൽ അത് D. ശ്രീദേവി തന്നെയാണ്. നമ്മുടെ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പാസ്സാക്കിയത്. ആക്ട് കൊണ്ടുവന്ന വർഷം 1990 നമ്മുടെ KR ഗൗരിയമ്മയാണ് അത് അവതരിപ്പിക്കുന്നത് 1990. എന്നാൽ ആ ആക്ട് പാസ്സായി കിട്ടിയത് 1995 നമ്മുടെ ശങ്കർ ദയാൽ ശർമ്മയുടെ സമയത്താണ് ആക്ട് പാസ്സായി കിട്ടിയത്. 1996 നമ്മുടെ വനിതാ കമ്മീഷൻ നിലവിൽ വരികയാണ് ചെയ്തത്. 1996 മാർച്ച് 14 കേട്ടോ. 1996 മാർച്ച് 14 അങ്ങനെ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? ടോട്ടൽ 5 അംഗങ്ങളാണ് കേട്ടോ. 4 അംഗങ്ങളും ഒരു ചെയർമാനും പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 5 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇത് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇതേസമയം നമ്മുടെ നാഷണൽ വനിതാ കമ്മീഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ടോട്ടൽ 6 പേരാണ്. അതായത് നമ്മുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷനിലുള്ളത്. അതേസമയം നമ്മുടെ കേരളത്തിൽ വനിതാ കമ്മീഷനിൽ 5 പേരേ ഉള്ളൂ, 4 അംഗങ്ങളും ഒരു ചെയർമാനും. അതിൽ തന്നെ ഈ 4 അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ട ഒരാളായിരിക്കണം. അതുപോലെ ദേശീയ വനിതാ കമ്മീഷനിലും 5 അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണം നിർബന്ധമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, സംസ്ഥാന വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമില്ല. നമ്മൾ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കും ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടെന്ന് പറഞ്ഞാണ് പഠിക്കുന്നത്. പക്ഷേ സംസ്ഥാന വനിതാ കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരമില്ല. അതുപോലെ തന്നെ വിവാഹമോചന കേസുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊന്നും കൈകാര്യം ചെയ്യാൻ വനിതാ കമ്മീഷന് പറ്റില്ല. വിവാഹമോചന കേസുകൾ തീർപ്പാക്കാൻ പറ്റില്ല, സിവിൽ കോടതിയുടെ അധികാരവുമില്ല. എന്നാൽ സ്ത്രീകളുടെ മാത്രമേ പരാതി സംസ്ഥാന വനിതാ കമ്മീഷൻ കേൾക്കുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉള്ള തെറ്റാണ്. പുരുഷന്മാരുടെ പരാതികൾ, അത്യപൂർവ കേസുകളിൽ പുരുഷന്മാരുടെ പരാതികളും വനിതാ കമ്മീഷന് കേൾക്കാവുന്നതാണ്. ഇനി നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. പിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ ഇവർ രാജിക്കത്ത് കൊടുക്കുന്നതും പിരിച്ചുവിടുന്നതും ഒക്കെ സംസ്ഥാന സർക്കാർ തന്നെയാണ്. നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ അത് സ്ത്രീ ശക്തിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയും ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണെങ്കിൽ അത് രാഷ്ട്ര മഹിളയാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിളയും. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. ആസ്ഥാനം തിരുവനന്തപുരം വരും. ഇനി
അനുവാദമില്ലാതെ തുടർച്ചയായി എത്ര മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നാലാണ് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളെ പുറത്താക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 3 മീറ്റിംഗ് ആണ് കേട്ടോ. അതായത് സംസ്ഥാനത്തും ദേശത്തും കറക്റ്റാണ്. 3 മീറ്റിംഗ്, തുടർച്ചയായി 3 മീറ്റിങ്ങിൽ അനുവാദമില്ലാതെ തുടർന്നു കഴിഞ്ഞാൽ, ആബ്സെൻ്റ് ആയി കഴിഞ്ഞാലാണ് ഇവരെ പുറത്താക്കുന്നത് കേട്ടോ. ഓക്കെ. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെയും അതേപോലെ തന്നെ നമ്മുടെ ചെയർമാൻ്റെ രണ്ടുപേരുടെയും കാലാവധി 5 വർഷമാണ് കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി 5 വർഷവും. എന്നാൽ മെമ്പർ സെക്രട്ടറിൻ്റെ കാലാവധി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് വരെയാണ്. മെമ്പർ സെക്രട്ടറി അങ്ങനെ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു കാലാവധി ഇല്ല. ഇനി നമ്മൾ പറഞ്ഞു 1990 ഇത് അവതരിപ്പിച്ചത് ഗൗരിയമ്മയാണ്. അതിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ കരട് ബില്ല് തയ്യാറാക്കുന്നതിന് നിയമോപദേശം നൽകിയ 2 ആൾക്കാരുണ്ട്. നിയമോപദേശം നൽകിയതാണ് നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് സുബ്രഹ്മണ്യ പോറ്റിയുമാണ് കേട്ടോ. നിയമോപദേശം നൽകിയ ആൾക്കാരാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് നമ്മുടെ സുബ്രഹ്മണ്യ പോറ്റിയുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? പാൻക്രിയാസ് കേട്ടോ. പാൻക്രിയാസിലാണ് ഇൻസുലിൻ പുറപ്പെടുപ്പിക്കുന്നത്. നമ്മുടെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവിനെ ക്രമീകരിക്കുന്ന 2 ഹോർമോണുകൾ ഉണ്ടല്ലോ, അതാണ് ഏതൊക്കെ? ഇൻസുലിൻ അല്ല, നമ്മുടെ ഇൻസുലിൻ്റെ അളവ് ക്രമീകരിക്കുന്നതാണ് ഏതൊക്കെ? അങ്ങനെയല്ല. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും കേട്ടോ. ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണ്. ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം സെല്ല്, ഒരു കൂട്ടം സെല്ലിലെ കോശങ്ങളുണ്ടല്ലോ പാൻക്രിയാസിൽ, അതിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി നമ്മൾ ഡയബറ്റീസ് 2 ഉണ്ട്. അതായത് നമ്മുടെ നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആണോ അതോ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണോ എന്ന് ചോദിച്ചാൽ ഏത് വരും? പ്രമേഹം എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് വാസോപ്രസിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം മൂലമാണ് നമുക്ക് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്. ഇനി ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് 2 രീതിയിൽ ഡയബറ്റീസ് ഉണ്ടല്ലേ. നമ്മുടെ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഡയബറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസും. ഇനി കുട്ടികളിൽ കാണപ്പെടുന്ന ജുവനൈൽ ഡയബറ്റീസ്, അത് കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ജുവനൈൽ ഡയബറ്റീസ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. അതായത് ഇൻസുലിൻ ആശ്രിത ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് 1ഉം, എന്നാൽ ഇൻസുലിൻ അതായത് ഇൻസുലിൻ ആശ്രിതം എന്നറിയപ്പെടുന്നത് ടൈപ്പ് 1ഉം, ഇൻസുലിൻ പ്രതിരോധ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നും ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പരിസ്ഥിതി സംഘടനയായ IUCNൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന്. പരിസ്ഥിതി സംഘടനയായ IUCNൻ്റെ ആസ്ഥാനമാണ് എവിടെ? സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. IUCNൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡിലാണ്. IUCN ഫോം ചെയ്ത വർഷം എന്നാണ്? IUCN ഫോം ചെയ്ത വർഷം 1948 ഒക്ടോബർ 5-നാണ് കേട്ടോ. IUCN ഫോം ചെയ്ത വർഷം 1948 ഒക്ടോബർ 5-നാണ്. ഇതിൻ്റെ ഫുൾ ഫോം പറയുമ്പം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ആണ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ആണ്. IUCN സ്ഥാപിതമായ രാജ്യം ഫ്രാൻസിൽ വെച്ചാണ് ഇത് സ്ഥാപിതമായത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡിലാണ്. ഇനി IUCNലെ ആകെ കമ്മീഷനുകൾ, IUCNൽ എന്തുണ്ട്? 6 കമ്മീഷനുകളുണ്ട് കേട്ടോ. IUCN വർക്ക് ചെയ്യുന്നത് 6 കമ്മീഷനുകളോട് കൂടിയിട്ടാണ്. ഇനി 1964 മുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി ചോദിച്ചാൽ അത് IUCN ആണ്. IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഏത് വർഷം തൊട്ടാണ്? 1964 മുതലാണ് റെഡ് ഡേറ്റ ബുക്ക് ഇവർ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. ലോകത്തിൽ തന്നെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ ഈ IUCN-നെയാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.